പാലക്കാട് പുതിയ MLA വന്നതിനകത്ത് വലിയ സന്തോഷമാണുള്ളത്. പ്രത്യേകിച്ച് ദീർഘകാലത്തെ സുഹൃത്തു കൂടിയായ പിഷാരടി MLA ആകുന്നു എന്നുള്ളത് UDFന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായി CPM പ്രത്യേകമായ ശ്രമങ്ങൾ നടത്തിയിട്ടുമെല്ലാം പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നമ്മൾ രമേശ് പിഷാരടി അങ്ങനൊരു കലാകാരൻ മാത്രമായി അടയാളപ്പെടുത്തേണ്ടുന്ന ഒരാളല്ല. അയാൾ നല്ല ഏതൊരു വിഷയത്തെപ്പറ്റിയും കൃത്യമായ രാഷ്ട്രീയ ധാരണകളും ക്ലാരിറ്റി ഓഫ് തോട്ടുമൊക്കെയുള്ള ഒരു നല്ല പൊതുപ്രവർത്തകനാകുവാൻ അദ്ദേഹത്തിന് കഴിയും. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു 10 വർഷക്കാലമായിട്ട് കേരളത്തിലെ ഏതൊരു UDFൻ്റെ പ്രവർത്തകൻ്റെയും വലിയ ആഗ്രഹവും സ്വപ്നവുമാണ്. ഈ നിമിഷം ഏറ്റവും അധികം സന്തോഷിക്കുക ഉമ്മൻചാണ്ടി സാർ തൊട്ട് താഴെ തട്ടിലുള്ള സാധാരണ പ്രവർത്തകർ വരെയായിരിക്കും. മുഖ്യമന്ത്രി പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിത കോട്ടയിൽ 6 റൗണ്ട് പിന്നിൽ നിൽക്കുന്നു. 1 ഡസനിലധികം മന്ത്രിമാർ പരാജയപ്പെടുന്നു. പാലക്കാട് 2 കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. പാലക്കാടിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. തിരിച്ച് അദ്ദേഹവും പാലക്കാടും തമ്മിലുള്ള ആ നല്ല ബന്ധത്തിൻ്റെ നല്ല ദിവസങ്ങൾക്കായി ഞാനും കാത്തിരിക്കുകയാണ്. പാലക്കാട് പുതിയ MLA വന്നതിനകത്ത് വലിയ സന്തോഷമാണുള്ളത്. പ്രത്യേകിച്ച് ദീർഘകാലത്തെ സുഹൃത്തു കൂടിയായ പിഷാരടി MLA ആകുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. കലാകാരന്മാർ ധാരാളമായി രാഷ്ട്രീയത്തിലേക്ക് വരാറുണ്ട്, ജനപ്രതിനിധികളാകാറുണ്ട്. പക്ഷേ കലാകാരൻ എന്നതിനപ്പുറം നല്ല രാഷ്ട്രീയ ബോധമുള്ള നമ്മൾ രമേശ് പിഷാരടി അങ്ങനൊരു കലാകാരൻ മാത്രമായി അടയാളപ്പെടുത്തേണ്ടുന്ന ഒരാളല്ല. അയാൾ നല്ല ഏതൊരു വിഷയത്തെപ്പറ്റിയും കൃത്യമായ രാഷ്ട്രീയ ധാരണകളും ക്ലാരിറ്റി ഓഫ് തോട്ടുമൊക്കെയുള്ള ഒരു നല്ല പൊതുപ്രവർത്തകനാകുവാൻ അദ്ദേഹത്തിന് കഴിയും. ഇതിനോടകം തന്നെ പാലക്കാട് 2 കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. പാലക്കാടിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. തിരിച്ച് അദ്ദേഹവും പാലക്കാടും തമ്മിലുള്ള ആ നല്ല ബന്ധത്തിൻ്റെ നല്ല ദിവസങ്ങൾക്കായി ഞാനും കാത്തിരിക്കുകയാണ്. ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും ടൈറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ നിരന്തരമായി പറയുന്നൊരു കാര്യമായിരുന്നു 5 അക്കത്തിലേക്ക് ഭൂരിപക്ഷം എത്തുമെന്നുള്ളത്. BJPയും CPM ഒന്നിച്ച് നിന്ന് അപ്പുറത്തൊരു മുന്നണിയായി CJP ആയി മുൻകാലങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചതുപോലെ തന്നെ മത്സരിച്ചിട്ടും UDFന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായി CPM പ്രത്യേകമായ ശ്രമങ്ങൾ നടത്തിയിട്ടുമെല്ലാം പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അവരുടെ സെക്കുലർ ക്രെഡൻഷ്യലിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നല്ല ബോധ്യമുള്ള ജനതയാണ് പാലക്കാടിൻ്റെ ജനത. എത്ര വലിയ വെല്ലുവിളി ഉണ്ടാകുമ്പോഴും മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഈ നാടിൻ്റെ സവിശേഷതയുടെ ഭൂരിപക്ഷമായിട്ടാണ് വന്നിരിക്കുന്നത്. സന്തോഷമുള്ള കാര്യമാണ്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു 10 വർഷക്കാലമായിട്ട് കേരളത്തിലെ ഏതൊരു UDFൻ്റെ പ്രവർത്തകൻ്റെയും വലിയ ആഗ്രഹവും സ്വപ്നവുമാണ്. ഈ നിമിഷം ഏറ്റവും അധികം സന്തോഷിക്കുക ഉമ്മൻചാണ്ടി സാർ തൊട്ട് താഴെ തട്ടിലുള്ള സാധാരണ പ്രവർത്തകർ വരെയായിരിക്കും. 10 വർഷക്കാലം നിരന്തരമായി സമരത്തിൻ്റെ ഭാഗമായി തെരുവിൽ, ജയിലിൽ ക്രൂരമായ പോലീസ് ലാത്തിച്ചാർജ്, സമരങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ചെടിച്ചട്ടി കൊണ്ട് തലക്കടി ഏറ്റുവാങ്ങുക, ആ അടി ഏറ്റുവാങ്ങിയതിന് ശേഷവും അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ടുള്ള പിന്നീടുള്ള പരിഹാസവും അധിക്ഷേപവും ഒക്കെ ഏറ്റുവാങ്ങുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു വലിയ വിജയം ഉണ്ടാകുന്നതിനകത്ത് വലിയ സന്തോഷമാണ്. ഏതൊരു UDF പ്രവർത്തകനെ പോലെയും ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല കേരളത്തിനും ഇത് സന്തോഷത്തിൻ്റെ നിമിഷമാണ്. കാരണം ഒരു ഫേക്ക് വാനിറ്റിയിലൂടെ കേരളത്തിലെ പറ്റിച്ചുകൊണ്ട് പോകാം എന്ന് വിചാരിച്ചിരുന്നൊരു സർക്കാരിന് മുഖമടച്ച മറുപടി ഈ സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിത കോട്ടയിൽ 6 റൗണ്ട് പിന്നിൽ നിൽക്കുന്നു. 1 ഡസനിലധികം മന്ത്രിമാർ പരാജയപ്പെടുന്നു. മുന്നണിയെ നയിച്ച മുന്നണിയുടെ കൺവീനർ പരാജയപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ഒക്കെ അവർക്ക് മത്സരിച്ച സീറ്റുകളുടെ പ്രത്യേകത അതെല്ലാം കോട്ടകളാണ്. ആ കോട്ടകളിൽ തന്നെ പരാജയപ്പെടുന്നു. പയ്യന്നൂരിൽ പാർട്ടിയുടെ കണക്ക് അത് ഞങ്ങളുടെ കണക്കാണ്, ഞങ്ങളുടെ കണക്ക് ഞങ്ങൾക്ക് വേറെ ആരെയും ബോധ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞവർക്ക് കണക്കിന് ജനങ്ങൾ മറുപടി കൊടുക്കുന്നു. പിൻവാതിൽ നിയമനത്തിന് ഒരുപാട് ഗ്ലോറിഫിക്കേഷൻസ്, ഞങ്ങൾ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്ന ഗ്ലോറിഫിക്കേഷൻസ് കൊടുക്കുകയും സ്വജനപക്ഷപാതത്തിനും പിന്നെ സ്ഥിരമായി സംസ്ഥാന സെക്രട്ടറിയുടെ പങ്കാളിക്ക് ഒരു സീറ്റ് റിസർവേഷനും ആ സീറ്റ് വഴി ഒരു മന്ത്രിസ്ഥാന റിസർവും ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നിടത്ത് മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ പങ്കാളിയും അതുപോലെ തന്നെ നിലവിലെ സംസ്ഥാന സെക്രട്ടറിയുടെ പങ്കാളിയും എല്ലാം പരാജയപ്പെടുത്തുന്നത് ജനങ്ങൾ തെരഞ്ഞുപിടിച്ച് ആളുകളെ പരാജയപ്പെടുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അല്ല, വലിയ സന്തോഷമാണ്. കേരളം മുഴുവനായിട്ടുണ്ടാകുന്ന വിജയമാണല്ലോ. ഏതെങ്കിലും ഇന്ന് നേതാക്കന്മാരെല്ലാം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ വിജയം മാത്രമല്ലത്. മുൻപൊക്കെ ഇങ്ങനെ മലബാറിൽ UDFൻ്റെ മേൽക്കൈ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ മേൽക്കൈ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയല്ലല്ലോ. ഇത് കേരളം മുഴുവൻ 14 ജില്ലയിലൂടെയും ആ മേധാവിത്വം, അതും പ്രത്യേകിച്ച് പാർട്ടിയുടെ കോട്ടകൾ പയ്യന്നൂരും അതുപോലെ തന്നെ
CPM-ൻ്റെ ഏറ്റവും വലിയ കോട്ടയായ കൂത്തുപറമ്പും അതുപോലെ തന്നെ ധർമ്മടവും മട്ടന്നൂരും അടക്കമുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇത്രയും വെല്ലുവിളി ഉയർത്താൻ പറ്റുക, അതിൽ പല സീറ്റുകളും ജയിച്ചു വരാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ശ്രമം നല്ല ഭരണം കേരളത്തിൽ കാഴ്ചവെക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ തോറ്റു എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ സ്മൈലിൻ്റെ ഒരു വീട് താക്കോൽദാന ചടങ്ങിൽ വന്നിരുന്നു. ഇനി എങ്ങനെയാണ് സ്മൈലിൻ്റെ ബാക്കിയുള്ള പദ്ധതികൾ എങ്ങനെയാണ്? 20ഓളം വീടുകളാണ് നിർമ്മിച്ച് നടത്തുന്നത്. എങ്ങനെയാണ് ഈ പുതിയ MLA കൈമാറുകയാണോ അതോ താങ്കൾ തന്നെ നേരത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക? ചിരികൾ അവസാനിക്കാൻ പറ്റില്ലല്ലോ, അതുപോലെ സ്മൈലും തുടരും. അതിനകത്തൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്രെഡിറ്റ് ഷെയറിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു പ്രയാസമൊന്നും വ്യക്തിപരമായുള്ള ആളല്ല ഞാൻ. അത് പുതിയ MLAക്ക് അതിൻ്റെ എന്തെങ്കിലും അങ്ങനെയൊന്നുള്ള കാര്യങ്ങളില്ല. ആളുകൾക്ക് വീടെത്തണം. അത് പുതിയ MLA ആണോ പഴയ MLA ആണോ MLA അല്ലാത്ത ആളാണോ ഒന്നും പ്രശ്നമല്ല. ആളുകൾക്ക് വീടെത്തണം. അതിന് കൂട്ടായിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ഒരു തൊട്ട് മുൻപുണ്ടായിരുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഒരു പുതിയ MLAക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാനും ചെയ്യും. തിരിച്ചും അതൊക്കെ ഇങ്ങനെ മ്യൂച്വലി റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ആ ചിരി തുടരും, അത് ഗ്യാരണ്ടീഡാണ്. നേരിൽ വന്നപ്പോൾ ആ അമ്മയുടെ കണ്ണുനീർ നമ്മൾ കണ്ടതാണ്, ആ നാട്ടുകാരുടെ സ്നേഹം ഞാൻ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്മൈൽ പദ്ധതി തുടങ്ങിയത്? അല്ല, അത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും അധികം ഹൃദയത്തിൽ നമ്മൾ ഹൃദയസ്പൃക്കാവുക എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും അധികം പ്രയാസം തോന്നിയത് ആളുകൾക്ക് വീടില്ലാത്ത ചെറിയ ടാർപോളിൻ ഷീറ്റ് കൊണ്ടൊക്കെ മറച്ച വീടുകൾ എന്നൊക്കെ പറയുന്നത് നേരിട്ട് കണ്ടപ്പോഴാണ്. അപ്പോൾ തന്നെ ഞാൻ ഈ മാധ്യമങ്ങളൊക്കെ ചോദിച്ചു MLA എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വലിയ കാര്യമല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാവർക്കും വീടില്ലാത്ത ആളുകൾക്ക് പരമാവധി വീട് വെച്ച് കൊടുക്കും, ഒരു പദ്ധതി തുടങ്ങും. അങ്ങനെ ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്മൈൽ തുടങ്ങിയത്. 20 വീടുകളാണ് ആദ്യ കമ്മിറ്റ്മെൻറ്റിൽ പോയത്. അങ്ങനെ അത് സുഗമമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പം എന്തായാലും അതിന് തുടർച്ച, പുതിയ ജനപ്രതിനിധിയും അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല പിഷാരടിയും അത് 1-2 ഇടങ്ങളിൽ പറഞ്ഞിരുന്നു, അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നു. അപ്പോൾ അതിനുവേണ്ടി വളരെ പോസിറ്റീവായിട്ട് കാത്തിരിക്കുകയാണ്. താങ്ക് യു. ശ്രീ മോഹൻ സാറും ചെയ്തു തന്നേരം ഇവിടുത്തെ ജനത അങ്ങനെ ഒരുമിച്ച് നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യാൻ നിൽക്കുകയാണ്. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ MLA അതുപോലെ തന്നെ അംഗനവാടി ചെയർമാൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ ഇവിടെ കൂടെ എല്ലാ നല്ലതായ ജനങ്ങളും നമസ്കാരം. എന്തായാലും നമ്മുടെ ഈ അർഹതപ്പെട്ടൊരു ആൾക്കാണ് നമ്മൾ വീട് നൽകി കൊടുത്തത്. എന്തായാലും എല്ലാവർക്കും ഞാൻ ഇതിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പായസം കഴിക്കും. എങ്ങോട്ടേക്ക് പായസം കഴിക്കാത്തൊരു കഴിച്ചു പോയി. കഴിക്കാൻ പറ്റില്ല, കഴിക്കട്ടെ.